ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PM ഇൻറ്റേൺഷിപ്പ് സ്കീമിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിലുള്ള ടോപ്പ് ഫാർമ കമ്പനീസിൽ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ PM ഇൻറ്റേൺഷിപ്പ് സ്കീം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ PM ഇൻറ്റേൺഷിപ്പ് സ്കീം എന്ന് ഗൂഗിൾ ടൈപ്പ് ചെയ്യാം. ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനിൽ വരിക. സോ അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത്. സോ ഇതാണ് PM ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാംസ് ലേൺ ആൻഡ് ഇൻറ്റേൺ വിത്ത് ടോപ്പ് കമ്പനീസ് ഓഫ് ഇന്ത്യ. സോ അതാണ് PM ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാംസ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. എന്നെ നിങ്ങൾ ലിങ്ക്ഡിനിൽ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ ഇത് അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ ഇതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നൗ ഐ ആം അപ്ലോഡിങ് ദിസ് വീഡിയോ ഈസ് ദ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡഡ് ടിൽ മാർച്ച് 31 ആണ്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാം, ക്രിയേറ്റ് യുവർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട സെക്ടർ ഏതാണ്, ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്, എവിടെയാണ് നമുക്ക് ഇഷ്ടം എന്നുള്ളത് അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. ബീറ്റ് എനി ലൊക്കേഷൻ, ഏത് ലൊക്കേഷനിലാണ് വേണ്ടത് നിങ്ങളെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവർ ഇവിടെ തരുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സ്ട്രെസ് ചെയ്യുന്നത് ഫാർമ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു വീഡിയോയിൽ സ്ട്രെസ് ചെയ്യുന്നത് ഫാർമസി സ്റ്റുഡൻസിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ പോകുന്നതും. ഓക്കെ, സോ എന്താണ് PM ഇൻറ്റേൺഷിപ്പ് ഓഫർ ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഇവർ ചെയ്യുന്നത് 12 months റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഇൻ ഇന്ത്യാസ് ടോപ്പ് കമ്പനീസ് എന്നാണ് പറയുന്നത്. പിന്നെ അവരെന്താ തരുന്നതെന്ന് വെച്ചാൽ മന്ത്ലി അസിസ്റ്റൻസ്, അതിൽ 4500 രൂപ 4500 ബൈ ഗവൺമെൻറ് ആൻഡ് 500 ബൈ ഇൻഡസ്ട്രി ആസ് വെൽ. അതായത് 4500 ഗവൺമെൻറ്റും തരും, നമുക്ക് 500 രൂപ ഇൻഡസ്ട്രിയും തരും. ഓക്കെ, സോ പിന്നെ ഒരു വൺ ടൈം ഗ്രാൻഡ് ഓഫ് 6000 ഫോർ ഇൻസിഡൻറ്റൽസ്. അത് നമ്മളൊരു അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ, ഇപ്പോൾ ട്രാവലോ ഫുഡോ അങ്ങനെയൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ അവർ നമുക്കൊരു 6000 റുപ്പീസ് ഇൻസിഡൻറ്റൽസും തരുന്നതാണ്. പിന്നെ ഈ എല്ലാ ഇൻറ്റേൺസും ഇൻഷുവേർഡ് ആണ്. ഓക്കെ, ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. സോ ഇതിൻ്റെ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏജ് 21 to 24 ഇയേഴ്സ് ആയിരിക്കണം. ഓക്കെ, 21 to 24 ഇയേഴ്സ് ആയിരിക്കണം. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ജോലി ഉണ്ടായിരിക്കുന്ന ആളാവരുത്, അതായത് ജോലി ചെയ്യുന്ന ആളായിരിക്കാൻ പാടില്ല. അതാണ് ഫസ്റ്റ്. ജോബ് ഉണ്ടാകാൻ പാടില്ല, അതായത് പഠനം കഴിഞ്ഞിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ജോബിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെയാണിത് ഒന്നുകൂടി, അവരാണ് ഇതിന് എലിജിബിൾ. ഓക്കെ, പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയോ അല്ലെങ്കിൽ സ്വയം ആണെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യയാണോ, ഹസ്ബൻഡാണോ, അല്ലെങ്കിൽ പാരൻസ്, ബീറ്റ് എനി വൺ, ആരുടെയും ഇൻകം 8 lakh പെർ ആനത്തിന് മേലെ ആകാൻ പാടില്ല. അപ്പോൾ അതിനൊക്കെയുള്ള ഡോക്യുമെൻറ്റ്സ് അവർ ചോദിക്കും ഒബ്വിയസ്ലി. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്യണം. പിന്നെ ആർക്കും ഗവൺമെൻറ് ജോബ് ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഇപ്പോൾ പഠിക്കുന്ന ആളാകാൻ പാടില്ല, അതായത് ഫുൾ ടൈം ആയിട്ട് റെഗുലർ ആയിട്ട് പഠിക്കുന്ന ആളാകാൻ പാടില്ല. പിന്നെ ബാക്കിയുള്ള എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ 10th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം, +2 ഉണ്ടായിരിക്കണം, ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഗ്രാജുവേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഫാർമ സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡിപ്ലോമ സ്റ്റുഡൻസ് ആസ് വെൽ ആസ് BPharm സ്റ്റുഡൻസ്, പിന്നെ അതിൻ്റെ മേലെ MPharm എല്ലാവരും എലിജിബിൾ ആണ്. ഓക്കെ, സോ അതാണ് ഇപ്പോൾ ഇവർ ഈ ഒരു എലിജിബിലിറ്റിയിൽ പറയുന്നത് അതാണ്. അപ്പോൾ ഇതാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെയാണ് 21 to 24 ഇയേഴ്സ് ആയിരിക്കണം നമ്മുടെ ഏജ്. പിന്നെ ജോലി ഉണ്ടായിരിക്കാൻ പാടില്ല. പിന്നെ ഫാമിലിയിൽ 8 lakh പെർ ആനത്തിന് മേലെ ഇൻകം ഉള്ള ആരും ഉണ്ടാകാൻ പാടില്ല. ഗവൺമെൻറ് ജോലിയുള്ള പാരൻസ് ഉള്ളവർ നോട്ട് എലിജിബിൾ ആണ്. പിന്നെ എഡ്യൂക്കേഷൻ ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഡിസ്റ്റൻസ് ഒക്കെ ഓക്കെയാണ്, ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്ന ആളുകളാണ് ഓക്കെയാണ്. അല്ലാണ്ട് റെഗുലർ ആയിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഓക്കെ അല്ല. അപ്പോൾ ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, യൂത്ത് രജിസ്ട്രേഷനിൽ പോയിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഒരു CV ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ഒരു CV വെച്ചിട്ടാണ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്കിപ്പോൾ ഫാർമ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ കമ്പനീസാണ് ഇവിടെ നമ്മൾ ഇവരായിട്ട് അസോസിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽസിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഏതൊക്കെ, ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട് ഇവിടെ. കെമിസ്ട്രി, ഇൻഡസ്ട്രി, FMCG, ജെംസ്, ഹെൽത്ത് കെയർ, ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, അങ്ങനെ ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ ഇവിടെ വരുന്നുണ്ട് ഫാർമസ്യൂട്ടിക്കൽസ്. സോ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഉണ്ട്, ഡിവിസ് ലബോറട്ടറീസ്, സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസസ്, സിപ്ല ഉണ്ട്, ഫൈസർ ഉണ്ട്, സൈഡസ്, സൺഫാർമ, ല്യൂപ്പിൻ, ഗ്ലെൻമാർക്ക്. ഓക്കെ, ദെൻ മാൻകൈൻഡ്, ജോൺസൺ ആൻഡ് ജോൺസൺ, USP. സോ
ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും ഇവരായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. മെക്ലോയിഡ്സ്, ഗ്ലാൻഡ് ഫാർമ, അജന്ത, ടറന്റ്, ലോറസ്, GSK, അബട്ട്, മൈക്രോ ലാബ്സ്, ഗ്രാന്യൂൾസ്, ആൽക്കം, എംക്യൂർ, പിരാമൽ, ഡോക്ടർ റെഡീസ്, അലംബിക്, ഇപ്ക ലബോറട്ടറീസ്. സോ ഇത്രത്തോളം കമ്പനീസ് എന്താണ് ഇവരായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഫാക്സ്, ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ നോക്കാൻ പറ്റും. സോ ഇവിടെ നോക്കാൻ പറ്റും നമുക്ക് കാൻഡിഡേറ്റ് അപ്ലിക്കേഷൻ നോക്കുമ്പോൾ എങ്ങനെയാണ് ഇവർ സെലക്ട് ചെയ്യാന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇന്റേൺസ് വിൽ ബി സെലക്ടഡ് ത്രൂ ആൻ ഒബ്ജക്റ്റീവ്, ഫെയർ, സോഷ്യലി ഇൻക്ലൂസീവ് ആൻഡ്, അതായത് ഒരു ബയാസ്നെസ് ഒന്നും ഉണ്ടാവില്ല. അതായത് എലിജിബിൾ കാൻഡിഡേറ്റ്സ് നമ്മൾ ഇവിടെ എലിജിബിൾ ആയവർ ഇവിടെ രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് കംപ്ലീറ്റ് ദെയർ പ്രൊഫൈൽ, ജനറേറ്റ് ദെയർ CV, ഞാൻ പറഞ്ഞല്ലോ, ആൻഡ് സബ്മിറ്റ് ദ പ്രിഫറൻസസ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ. The shortlisting process will be based on candidates' preferences and the requirements posted by the company. For example, Dr. Reddy's ഇത്രയും ഇന്റേൺസിനെ ആവശ്യമുണ്ടെന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മൾ കൊടുത്ത പ്രിഫറൻസിനനുസരിച്ച് നമുക്ക് അവിടെ കിട്ടുക. ഓക്കെ, ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പിന്നെ ഷോർട്ട് ലിസ്റ്റിംഗ് ക്രൈറ്റീരിയ ഈസ് എയിംഡ് അറ്റ് പ്രൊമോട്ടിംഗ് ഡൈവേഴ്സിറ്റി, അതായത് എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളെയും കൂട്ടിയിട്ടുള്ള ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു കൾച്ചർ ആയിരിക്കും. അല്ലാണ്ട് ഇപ്പോൾ ഒരാൾക്ക് തന്നെ ബയാസ്നെസ് ഒന്നും നമുക്ക് ഇവിടെ കാണൂല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് ഓഫേഴ്സ് ഫോർ ഈച്ച് ഇന്റേൺഷിപ്പ്, അപ്രോക്സിമേറ്റ്ലി 2 or 3 അതിൽ കൂടുതൽ നമുക്ക് along with the resume of the candidate will be sent to the company for selection. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Then the company will select candidates and make internship offers based on their respective selection criteria. So കമ്പനീസിന് ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ടാവും, അതിനനുസരിച്ച് അവർ സെലക്ട് ചെയ്യും. അപ്പോൾ അതാണ് ഫസ്റ്റ് ഇന്റേൺസിന് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു രീതിയിൽ പറയുന്നത്. പിന്നെ ഹൗ മെനി ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ക്യാൻ ഐ അപ്ലൈ ഫോർ. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ up to 3 ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് യു ക്യാൻ അപ്ലൈ ഇൻ 1 cycle. ഇത് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? നമ്മുടെ പേഴ്സണൽ പ്രിഫേർഡ് ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് സെക്ടർ ഫീൽഡൊക്കെ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, വാട്ട് ഇഫ് ഐ എം നോട്ട് സെലക്റ്റഡ് ഫോർ എനി ഓഫ് 3 പ്രിഫേർഡ് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് എന്തൊക്കെയാണ് ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിൽ പറയുന്നത്. പിന്നെ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസിൽ എന്തൊക്കെയാണ്, എത്രയാണ് നമുക്ക് കിട്ടുക പൈസ, എങ്ങനെയാണ് നമുക്ക് ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. everything is mentioned. I don't have to tell everything, each and everything, so I'm just conveying you the thing. So ഏതൊക്കെ കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഓക്കെ, 31st ആണ് അവർ പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ നിങ്ങൾ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്ലൈ ചെയ്യുക. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. കാരണം നല്ല നല്ല കമ്പനീസിലോട്ടൊക്കെ എത്തിപ്പെടുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി വിത്തൗട്ട് എ ഗുഡ് കോളേജ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഓൾ വെരി ഡിഫിക്കൽട്ടാണ് ഒരു ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂസ് ചെയ്യുക, വേസ്റ്റ് ചെയ്യരുത് സമയം. സോ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. സോ ഞാൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് അപ് ടു യു, ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. നിങ്ങൾക്ക് ഡിസിഷൻ ടേക്ക് ചെയ്യാം. ഓക്കെ, സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്ഡ് യു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ, ഇതിന് ആരാണ് ഡിസേർവിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് കാണാൻ പറ്റും നല്ല നല്ല കമ്പനീസ് ഉണ്ട്. എന്തായാലും ഇപ്പോൾ കമ്പനീസൊക്കെ ഇൻറ്റേൺസിനെയും അപ്രൻറ്റീസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. സോ ഇറ്റ് വിൽ നോട്ട് ഗോ ഇൻ വെയിൻ. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്തായാലും ഓപ്പർച്യൂണിറ്റീസ് വരും. നല്ല പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള കഴിവുകളൊക്കെ ഷോക്കേസ് ചെയ്തിട്ട് അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, so that's it. That's pretty much it in this video. Hope this video will help you. Thanks for watching. We'll catch up in another video. Bye.